ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഈ വിമർശനങ്ങൾ ഷോൺ ജോർജും പി സി ജോർജും ഉന്നയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ സഭയുടെ വോട്ടുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്കും പ്രത്യേകിച്ചും ഷോൺ ജോർജ്, പി സി ജോർജ്, ജോർജ് കുര്യൻ തുടങ്ങിയ സ്ഥാനാർത്ഥികളിലേക്കുമൊക്കെ എത്തുമെന്ന്, മധ്യകേരളത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ബി ജെ പിക്കുണ്ടായിരുന്നു. പക്ഷേ നടന്നത് അങ്ങനെയല്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് താഴെത്തട്ടിൽ നിന്ന് പി സി ജോർജിനും ഷോൺ ജോർജിനും ഒക്കെ ലഭിക്കുന്നത്. അതിനൊരു ഉദാഹരണം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഇന്നലെ മഠങ്ങളിൽ വിളിച്ച് UDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതടക്കമുള്ള വിവരങ്ങൾ പി സി ജോർജിന്റെ പക്കലെത്തി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സഭാ നേതൃത്വത്തിനെതിരെ, സഭയ്ക്കെതിരെയല്ല മെത്രാൻമാർക്കെതിരെ ചില ആളുകൾ, ചില മെത്രാൻമാർ UDF-ന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രകാരമാണെങ്കിൽ ചിലർ UDF-ന് വേണ്ടി കുരയ്ക്കുന്നു, ചില മെത്രാൻമാർ എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ തന്നെ മറുപടി പറയുമെന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചില മെത്രാൻമാർ രാഷ്ട്രീയം പറയുന്നുണ്ട്, അവർക്ക് രാഷ്ട്രീയ മറുപടി നൽകണം, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഈ FCRA നിയമവുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെയും പ്രത്യേകിച്ചും അമിത്ഷായുടെ അടുത്ത് ഈ വിഷയം അവതരിപ്പിച്ചതാണ്. ആ പ്രശ്നത്തിൽ പരിഹാരം കാണാമെന്ന് അമിത്ഷാ നിർദ്ദേശവും നൽകിയതാണ്. കണക്കുകൾ ഹാജരാക്കിയാൽ മതി, അതിൽ തീരുമാനമുണ്ടാക്കാമെന്നും പറഞ്ഞതാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള നിലപാടുകൾ ചില മെത്രാൻമാർ സ്വീകരിച്ചതിലാണ് ഇപ്പോൾ ഒരു എതിർപ്പ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാധാരണ രീതിയിൽ അദ്ദേഹം വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുൻപും സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ വന്നിട്ടുള്ളതാണ്. ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിമർശനവും വന്നിരിക്കുന്നത്. എന്തായാലും മെത്രാൻമാർക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ദീപിക പത്രത്തിനെതിരെ രാവിലെ ഷോൺ ജോർജ് കൃത്യമായിട്ടുള്ള ഒരു വിമർശനം, രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. BJP-ക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. ഇതിന് പിന്നിൽ ചില നിക്ഷേപകരുണ്ട്, പിണറായിക്കും ഇതിൽ നിക്ഷേപമുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും പരസ്യം വരുന്നത് എങ്ങനെയെന്നതടക്കമുള്ള കാര്യങ്ങൾ ഷോൺ ജോർജിന് ചോദിച്ചിരുന്നു. എന്തായാലും ഈ പത്രം വായിക്കുന്നത് വട്ടുള്ളവരാണെന്നുള്ള ഒരു പരാമർശമാണ് പി സി ജോർജ് നടത്തിയിരിക്കുന്ന. ദീപിക പത്രത്തിനെതിരെയും സഭാ നേതൃത്വത്തിനെതിരെയും അതിരൂക്ഷ വിമർശനത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. അതിൽ ചില മെത്രാൻമാരുടെയും ബിഷപ്പുമാരുടെയും നിലപാടുകളെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും സഭയോടുള്ള ഈ ഒരു നിലപാടിൽ എന്താകും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്? ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ BJP ഒരു വശത്ത് ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി വരുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങൾ അതിരൂക്ഷമാകുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും.